ഒന്നാമത്തെ ക്രൂശിലെ മൊഴിയെക്കുറിച്ച് നാം ധ്യാനിക്കുവാനിടയായി. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയായിരുന്നു. രണ്ടാമത്തെ മൊഴിയെക്കുറിച്ച് നാം ധ്യാനിക്കുവാൻ കടന്നു വരാം. രണ്ടാമത്തെ തിരുമൊഴി ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ആ സന്ദർഭം നാം വായിച്ചിട്ടുള്ളതാണ്. കർത്താവിനെ ക്രൂശിക്കുമ്പോൾ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ കർത്താവിനെ ഒരു കള്ളനെ പോലെ ക്രൂശിക്കുകയാണ്. സുവിശേഷ പുസ്തകങ്ങളിൽ പറയുന്നു, രണ്ടുപേരും ആരംഭത്തിൽ കർത്താവിനെ ദുഷിച്ചു തുടങ്ങുകയാണ്. എന്നാൽ കുറച്ചു സമയം മുന്നോട്ട് കടന്നു പോകുമ്പോൾ അതിൽ ഒരുത്തൻ, അവൻ്റെ ഉള്ളിലൊരു മാനസാന്തരമുണ്ടായി. കർത്താവിനെ നോക്കിയിട്ട് കർത്താവിനോടുകൂടെ അവൻ അപേക്ഷിക്കുകയാണ്. അവനുണ്ടായ വെളിപ്പാട് എന്താണ്? അവനുണ്ടായ വെളിപ്പാട് ഇതാണ്: നമ്മൾ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുന്നത് കുറ്റം ചെയ്തിട്ടാണ്. എന്നാൽ കുറ്റം ചെയ്യാത്തവനാണ് നമുക്ക് നടുവിൽ ഇതാ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. കുറ്റം ചെയ്യാത്തവനായിരിക്കുന്ന ഇവൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുവാൻ ഒരു കാരണമുണ്ടെന്നുള്ളത് അവന് ആ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു വെളിപ്പാടുണ്ടായി. ഞാനിതിനെ പിതാവിൽ നിന്നുള്ള ഒരു വെളിപ്പാടായിട്ട് ഞാൻ കാണുകയാണ്. ഈ വെളിപ്പാട് അവനുണ്ടായി. ആ വെളിപ്പാടിനെ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കുവാൻ തന്നിരിക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ജീവിതവും ഉണ്ട് എന്നുള്ളതിനെ നാം ഓർക്കേണ്ടതാണ്. ആ മനുഷ്യൻ പറയുന്നു, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത് കുറ്റം ചെയ്തിട്ടാണെങ്കിൽ കുറ്റം ചെയ്യാതെ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ചുമന്നു തീർക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പെസക കുഞ്ഞാടാണ് ഇത് എന്നുള്ളത് അവൻ മനസ്സിലാക്കി. അവൻ അതുമാത്രമല്ല, കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. എന്താ, അതൊരു ആഴമേറിയ വെളിപ്പാടല്ലേ? അവന് കിട്ടിയ വെളിപ്പാട് എന്താ? ഇതാ നമുക്ക് നടുവിൽ ഈ ക്രൂശിതനായി കിടക്കുന്ന യേശു മരണം കൊണ്ട് അവസാനിക്കുന്നവനല്ല. മരണത്തിനപ്പുറത്ത് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നൊരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു കള്ളനെ പോലെ, ഒരു പാപിയെ പോലെ ഇവൻ നമ്മുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടാലും ഇവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ വീണ്ടും രാജാവായി വരികയും ചെയ്യും എന്നുള്ള ഒരു വെളിപ്പാട് ആ മനുഷ്യനുണ്ടായി. ഇന്ന് ഈ വചനത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളത്തിലും ആത്മാവിൽ ദൈവം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള വെളിപ്പാടിനാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ മാനുഷിക കണ്ണുകൾ കാണുന്നതിനപ്പുറത്ത് ദൈവിക വെളിപ്പാടുകൾ നമ്മുടെ ആത്മാവിൽ കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കത് പ്രാപിക്കുവാൻ കഴിയും? മാനസാന്തരപ്പെടുന്നവർക്കത് പ്രാപിക്കുവാൻ കഴിയും. യവനൊരുവൻ താൻ പാപിയാണ് എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ അനുഭവിക്കേണ്ട ശിക്ഷയെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെടുകയും അവൻ്റെ ഉള്ളിൽ ഗലാത്യർ 4:6 പറയുന്നത് പോലെ പിതാവായ ദൈവം സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ അയക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആത്മാവിൻ്റെ മണ്ഡലം നമ്മളിൽ തുറക്കപ്പെടുകയാണ്. ആത്മാവിൻ്റെ ദർശനം നമുക്കുണ്ടാവുകയാണ്. യേശു ക്രിസ്തു ആരാണെന്നുള്ളതിനെ വെളിപ്പെടുത്തി തരികയാണ്. 3.5 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളെ തേടി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ശുശ്രൂഷ ചെയ്യുമ്പോഴും പലപ്പോഴും താൻ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണെന്ന് കർത്താവ് ഉറക്കെ പറഞ്ഞിട്ടും പിതാവ് തന്നോട് പറയുന്നതല്ലാതെ സ്വതവേ ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടും പിതാവ് എന്നെ ചെയ്ത് കാണിക്കുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന്
കർത്താവ് ആവർത്തിച്ചു പറഞ്ഞിട്ടും അവരാർക്കും അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് പിതാവിനാൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൈവപുത്രനാണ് എന്നുള്ളതിനെ അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ കല്ലെടുത്തു, അവനെ കൊല ചെയ്യുവാൻ അവർ ശ്രമിച്ചു, അവനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ചു. അവർക്ക് ലഭിച്ച ആ കർത്താവിൻ്റെ ആ വെളിപ്പാടിനെ മനഃപൂർവ്വമായിട്ട് അവർ തള്ളിക്കളഞ്ഞപ്പോൾ ഇതാ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ എത്തിയിരിക്കുന്ന ആ മനുഷ്യൻ, അവന് ഒരു വെളിപ്പാട് കിട്ടുകയാണ്. ഇതാ കിടക്കുന്നത് സാധാരണ വ്യക്തിയല്ല, ഇവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായി വരും. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾക്ക് ഈ വിശ്വാസമുണ്ടോ? ആ വിശ്വാസം ഇവൻ്റെ ഉള്ളത്തിലുണ്ടോ? അവർ ഓരോരുത്തരും നോക്കിയും കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യരാജ്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗരാജ്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ പറുദീസ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യത്തെ കർത്താവ് ഇവിടെ പറഞ്ഞു തരികയാണ്. എന്നെ കേൾക്കുന്ന ആരോ ഈ തിരുമൊഴി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകർന്നു പോയി, എല്ലാം തീർന്നു പോയി എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നിരിക്കാം. എന്നാൽ ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളോട് സംസാരിക്കുകയാണ്. തീർന്നിട്ടില്ല. ഈ നിമിഷത്തിൽ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തെ തരുവാൻ കർത്താവിന് കഴിയും. ആ മനുഷ്യന് ആ ക്രൂശിൽ കിടക്കുമ്പോൾ ലഭിച്ച ഭാഗ്യം നോക്കിക്കേ. ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് സത്യമായി പറയുകയാണ്. ഇതിൽ കവിഞ്ഞ് ഭാഗ്യം വേറെ എന്താണുള്ളത്? അനാഥരെയും ദരിദ്രരെയും പീഡിതരെയും തള്ളപ്പെട്ടവരെയും ഭാവികളെന്ന് ഒതുക്കി വെച്ചവരെയും ജാതികളെന്ന് ഒതുക്കി വയ്ക്കപ്പെട്ടിരുന്നവരെയും എല്ലാവരെയും നോക്കി ഇന്ന് പകൽ കർത്താവ് വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരേ ഒരു കാര്യം, ആ കർത്താവിനെ വിശ്വസിക്കുക. അവൻ മരണത്തെ ജയിച്ച് അവൻ രാജാവായി ദൈവരാജ്യത്തിൽ ഇന്ന് നമുക്കുള്ളിൽ വസിക്കുകയാണ്. അവൻ വീണ്ടും ആക്ഷരികമായി രാജാവായി വരുവാൻ പോവുകയാണ്. അവൻ്റെ നിത്യരാജ്യത്തിൽ നമ്മെ ചേർത്തുകൊള്ളും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ മൊഴിയെ ധ്യാനിച്ച് കർത്താവിനെ ഒന്നുകൂടെ ഈ നാളിൽ ഈ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ വിശ്വസിക്കാം. കർത്താവ് നിങ്ങളെ ഈ വാക്യത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കണ്ണുകളടച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്നുപോയി എന്നുള്ള ഒരു അനുഭവത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. എപ്പോഴാ ആ ദുഷ്പ്രവൃത്തിക്കാരനായിരുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവ് അവന് വേണ്ടി ഒരു വാതിൽ തുറന്നത് എന്ന് നമ്മൾ ധ്യാനിച്ചപ്പോൾ, അതുപോലൊരു വാതിൽ എനിക്കും കർത്താവ് തുറക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. പരദീസയിൽ യേശുവിനോടുകൂടെ ചെല്ലുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത്, എല്ലാവരും ദുഷ്പ്രവർത്തിക്കാരൻ എന്ന് പറഞ്ഞ് ശിക്ഷിച്ച് വിധി എഴുതിയ സ്ഥാനത്ത് അവൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ അവനൊരു അവസരം കിട്ടി. പ്രിയ ദൈവ പൈതലേ, എല്ലാവരും തള്ളിക്കളഞ്ഞാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും, എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയാലും, ഇന്ന് യേശുവിനെ വിശ്വസിച്ച് അവൻ്റെ അടുക്കൽ വന്നാൽ ഈ നിമിഷത്തിൽ അവൻ നിന്നെ ചേർത്തുകൊള്ളുവാൻ നിനക്ക് വേണ്ടി ആ നിത്യരാജ്യത്തിൽ ഒരു ഭവനമൊരുക്കി തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. കർത്താവ് അത് ചെയ്തു തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. സ്തോത്രം.